തൃശൂർ ജില്ലയിൽ രാവിലെ മുതൽ കനത്ത മഴയാണ്. താഴ്ന്ന ദേശങ്ങളിലെല്ലാം വെള്ളത്തിലായി. MG റോഡിലും മനോരമ ജംഗ്ഷനിലും വെള്ളം നിറഞ്ഞതോടെ വാഹനയാത്രക്കാർ വലഞ്ഞു. ചേലക്കരയിലെ മലവെള്ളപ്പാച്ചിലിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. പുലർച്ചെ ആരംഭിച്ച മഴ രാവിലെ 11 മണി വരെ തകർത്ത് പെയ്തപ്പോൾ തൃശൂരിനെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വെള്ളത്തിൽ മുക്കി. നഗരത്തിലെ MG റോഡ്, ഇക്കണ്ടവാരി റോഡ്, പാലസ് റോഡ്, ജില്ലയിലെ മറ്റ് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. നിർത്താതെ മഴ പെയ്തതോടെ കോൾനിലങ്ങളുടെ കരകളിലുള്ള വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തി. ശക്തമായ മഴയെ തുടർന്ന് ചേലക്കരയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. വാഴക്കോട് പ്ലായി സംസ്ഥാന പാതയിൽ ആറ്റൂർ കമ്പനിപ്പടി പ്രദേശത്താണ് വെള്ളത്തിന്റെ കുത്തൊഴുക്കുണ്ടായത്. ഇതോടെ റോഡിൽ വാഹന ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. ശക്തമായ മഴയിൽ റോഡുകൾ കരകവിഞ്ഞപ്പോൾ തൃശൂർ നഗരത്തിൽ ടാറിംഗ് ജോലി നടത്തിയത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. കോരിച്ചൊരിയുന്ന മഴ, ആ മഴയത്ത് ടാറിയാണ് കാണുന്നത്. എന്റെ പൊന്നു ചേട്ടാ, ഇത് നിർത്തിപ്പോ. ഏത് ഈ മഴയത്താണ് ടാറിങ് അല്ലേ? മഴയത്ത് ടാറിങ് നടത്താം തൃശ്ശൂർ കോർപ്പറേഷൻ. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ചാട്ടവാറണ്ടടിക്കണ്ട ഇവനൊക്കെ. അത്രയും വലിയ മഴ പെയ്യുക, തൃശ്ശൂർ ജില്ല കണ്ടതിൽ വെച്ച് ഈ കൊല്ലം ഏറ്റവും വലിയ മഴ പെയ്യുമ്പോൾ ടാറിങ് നടത്താം. നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതിരപ്പള്ളിയിലും വാഴച്ചാലിലും വിനോദസഞ്ചാരികൾക്ക് വിലക്കും ഏർപ്പെടുത്തി. എന്നാൽ മലക്കപ്പാറയിലേക്കുള്ള യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല. ശക്തമായ കടൽക്കാറ്റിനെ തുടർന്ന് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട മത്സ്യബന്ധന യാനങ്ങൾ തിരികെ തീരത്തേക്ക് മടങ്ങി. മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം മറികടന്ന് കടലിലിറങ്ങിയത് നിരവധി വള്ളങ്ങളാണ്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ജനം, തൃശൂർ.